പ്രണയകാവ്യം. അനുഗ്രഹം നോക്കിയതും ശ്രുതിയായിരുന്നു കാറില്. അവൻ അവളോട് കയറിക്കൊള്ളാൻ പറഞ്ഞു. ആദ്യം ഒന്നും മടിച്ചെങ്കിലും അവൾ ഓടിപ്പോയി കാറിൽ കയറി. കാരണം അവൾക്ക് അറിയേം കേൾക്കുകയില്ലാത്ത ആ സ്ഥലത്ത് നിൽക്കാൻ വല്ലാത്ത പേടി. മഴ കാരണം കണ്ണ് കാണാൻ വയ്യാത്ത അവസ്ഥയിലായിരുന്നു. ഇടയ്ക്കെല്ലാം ശ്രുതി കാർ വഴിയോരത്ത് നിർത്തിയിട്ടു. അങ്ങോട്ട് പോയപ്പോൾ ഡോക്ടർ പ്രിയയുടെ മക്കളുമായി സംസാരിച്ച് അവരുമായി തമാശകളൊക്കെ പറഞ്ഞ് എന്ത് രസമായിട്ടാണ് പോയതെന്ന് അനു ഓർത്തു. മഴ കുറഞ്ഞു കുറഞ്ഞു വന്നോ? തനിക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ? ശ്രുതി അവളെ നോക്കി. വേണ്ട സാർ. അവൾ പെട്ടെന്ന് തന്നെ മറുപടി കൊടുത്തു. അനുവിൻ്റെ വീട്ടിൽ നിന്ന് ഇടയ്ക്കെല്ലാം ഫോൺ വന്നുകൊണ്ടിരുന്നു. എന്നാൽ ഡോക്ടർ അവിനാഷിൻ്റെ ഒപ്പമാണെന്ന് മാത്രം അവൾ പറഞ്ഞില്ല. ജംഗ്ഷനിലെത്തിയപ്പോൾ അവൾ താൻ ഇവിടെ ഇറങ്ങിക്കോളാമെന്ന് ശ്രുതിയോട് പറഞ്ഞു. അപ്പോൾ സമയം 7 മണിയായി. തൻ്റെ വീട് എവിടാണെന്ന് പറഞ്ഞാൽ മതി, അവിടെ വിടാം. ഇപ്പോൾ രാത്രിയായില്ലേ? ശ്രുതി അവളെ നോക്കി. വേണ്ട സാർ, ഞാൻ പൊയ്ക്കോളാം. ഇവിടുന്ന് 2 മിനിറ്റേ ഉള്ളൂ. അവൾ പറഞ്ഞപ്പോൾ ശ്രുതി വണ്ടി നിർത്തി. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. അവൾ ശ്രുതിയെ നോക്കി. എന്നിട്ട് വേഗം അവനോട് യാത്ര പറഞ്ഞ് നടന്നു വന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവൻ തിരികെ തൻ്റെ വീട്ടിലേക്ക് കാർ ഓടിച്ചു പോയി. ഹോസ്പിറ്റലിൽ ഓരോ ദിവസവും തിരക്ക് കൂടിക്കൂടി വന്നു. ആൻമരിയയുടെ ഒപിയെക്കാട്ടിലും തിരക്കാണ് അനുഗ്രഹിക്ക്. നല്ല മര്യാദയുള്ളൊരു ഡോക്ടർ. അതാണ് അനുവിനെക്കുറിച്ച് എല്ലാവരും പറയുന്നത്. മിത്ര ഒരുപാട് ആഗ്രഹിച്ചു അനു തൻ്റെ ഏട്ടത്തിയമ്മയായി വരണമെന്ന്. പക്ഷെ ശ്രുതിയുടെ ഇഷ്ടമാണ് പ്രധാനം എന്നതിനാൽ അവൾ അത് ഉള്ളിൽ ഒതുക്കി. അവൾ അതുകൊണ്ടിപ്പോൾ അനുഗ്രഹയെക്കുറിച്ച് ശ്രുതിയോടൊന്നും പറയില്ല. ഒരു ദിവസം അമ്പലത്തിൽ ചെന്നപ്പോൾ അനുവും ഉണ്ടായിരുന്നു അവിടെ. രണ്ടാളും കുറച്ച് സമയം സംസാരിച്ചു. ഏട്ടൻ തിരികെ കൊണ്ടുപോകാൻ വരുമെന്ന് മിത്ര പറഞ്ഞതും അനു വേഗം അവളോട് യാത്ര പറഞ്ഞു പോയി. അനു തിരികെ എത്തിയപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട ഇലയുടെയൊക്കെ ഉണ്ടാക്കി അവളുടെ അമ്മ കാത്തിരിപ്പുണ്ടായിരുന്നു. അച്ഛനും അമ്മാവനും അമ്മായും കൂടി ഏതോ വകയിലൊരു ചെറിയച്ഛൻ സുഖമില്ലാണ്ട് കിടക്കുന്നതിനാൽ അവിടേക്ക് കാണാൻ പോയതാണ്. അനുക്കുട്ടിക്ക് വയസ്സ് 25 കഴിഞ്ഞു. ഇനി നല്ല ആലോചന വന്നാൽ എവിടെയെങ്കിലും ഇറക്കി വിടണം. അന്ന് രാത്രിയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മ എല്ലാവരോടുമായി പറഞ്ഞു. അതെല്ലാം രാഘവനോട് ഞാൻ ഇടയ്ക്കൊന്ന് സൂചിപ്പിച്ചു. കുട്ടി ഡോക്ടറായ സ്ഥിതിക്ക് ജോലിയുള്ള ചെറുപ്പക്കാർ വേണ്ടേന്ന് അയാൾ ഇടയ്ക്ക് പറഞ്ഞു. അമ്മാവൻ തന്നെ നോക്കിയാണ് പറഞ്ഞതെന്ന് അനുവിന് തോന്നി. എന്തായാലും ഇനി വെച്ച് താമസിപ്പിക്കേണ്ടല്ലേ? അമ്മയും അനുഗ്രഹയെ നോക്കി. വിവാഹം കഴിഞ്ഞു പോയാൽ പിന്നെ പുതിയ ഒരു ലോകമാണ്. ഭർത്താവ്, കുടുംബം, അവരുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, അങ്ങനെ അങ്ങനെ. അന്ന് രാത്രി കിടന്നപ്പോൾ ഓരോ കാര്യങ്ങൾ അനു ചിന്തിച്ചു. പതിയെ അവൾ എഴുന്നേറ്റു. പുറത്ത് നല്ല നിലാവുണ്ട്. അവൾ ജനാലയുടെ വാതിൽ തുറന്നിട്ടു. ദൂരെ എവിടെയോ കുറുനരി ഓരിയിടുന്നത് കേൾക്കാം. അവൾ വെറുതെ കണ്ണാടിക്ക് മുൻപിൽ വന്ന് നിന്നു. നീണ്ട മുടി നിറയെ മുല്ലപ്പൂവൊക്കെ ചൂടി, ആടെ ആഭരണങ്ങളൊക്കെ അണിഞ്ഞ്, പട്ട് സാരിയൊക്കെ ചുറ്റി കതിർമണ്ഡപത്തിലിരിക്കുന്ന തന്നെ അവളൊന്ന് സങ്കല്പിച്ചു നോക്കി. കൗമാരപ്രായത്തിൽ ഏതൊരു പെൺകുട്ടിയെയും പോലെ താനും ഇതൊക്കെ സ്വപ്നം കണ്ടിരുന്നു. തനിക്കിപ്പോൾ വിവാഹപ്രായമായിരിക്കുന്നു. അതവൾക്കും തോന്നി. ചെക്കൻ ചെക്കൻ ആരായിരിക്കും? അവളൊന്നും മന്ദഹസിച്ചു. ചെക്കൻ്റെ സ്ഥാനത്ത് അവൾക്ക് പെട്ടെന്ന് ശ്രുതിയെയാണ് ഓർമ്മ വന്നത്. ഈശ്വരാ, ഇതെന്താ ഇത്? നാണമില്ലേ നിനക്ക് ഇങ്ങനെ വേണ്ടാത്തൊക്കെ ചിന്തിച്ചു കൂട്ടാന്? അവൾ കണ്ണാടിയിലെ തൻ്റെ പ്രതിബിംബത്തെ നോക്കി. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തത്. കാവിലമ്മേ, പൊറുക്കണേ. അവൾ ജനാല അടച്ചിട്ട് കട്ടിലിൽ വന്നിര് ഇരുമിഴികളും ഇറുക്കി അടച്ചു കിടന്നു. താൻ ഒരു ഡോക്ടറാണ്, അല്ലാതെ പൈങ്കിളിക്കഥയിലെ നായികയല്ല. അവൾ മനസ്സിനെ പാകപ്പെടുത്തി. അങ്ങനെ ഓരോ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം രാത്രി ഒരു 9 മണിയായി കാണും. അനു ഭക്ഷണം കഴിക്കാനായി എടുത്തു വെക്കുകയാണ്. പെട്ടെന്ന് അനുവിൻ്റെ ഫോൺ ശബ്ദിച്ചു. എടുത്തു നോക്കിയപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന്. അവൾ വേഗം ഫോൺ എടുത്തു. അവിനാഷ് സാറിൻ്റെ അമ്മാവൻ്റെ മകൾക്ക് കുഞ്ഞ് ജനിച്ചു. കുഞ്ഞിന് ചെറുതായി ശ്വാസതടസ്സമുണ്ട്. മാഡം എത്രയും പെട്ടെന്ന് വരണം. NICUവിൽ നിന്ന് ഡ്യൂട്ടി ഡോക്ടറാണ് വിളിച്ചത്. ഞാൻ വരാം ഡോക്ടർ, പക്ഷേ ഈ രാത്രിക്ക് എങ്ങനെ? പെട്ടെന്ന് അനു ചോദിച്ചു. ഹോസ്പിറ്റലിൽ നിന്ന് വണ്ടി അറേഞ്ച് ചെയ്യാം. കുറച്ച് കഴിഞ്ഞൊരു സിസ്റ്റർ വിളിച്ച് അനുവിനോട് പറഞ്ഞു.
അവൾ വേഗം തയ്യാറായി. ഹോസ്പിറ്റലിൽ നിന്ന് അയച്ച വണ്ടിയിൽ അവൾ അവിടെ എത്തിച്ചേർന്നു. അവൾ കുഞ്ഞിന് വേണ്ട പ്രാഥമിക ശുശ്രൂഷകളൊക്കെ കൊടുത്തു. കുഞ്ഞിനെ അമ്മയുടെ അടുത്തേക്ക് തൽക്കാലം മാറ്റേണ്ട, ICUവിൽ തന്നെ 12 മണിക്കൂർ കിടത്തിയാൽ മതി. അവൾ ഡ്യൂട്ടി ഡോക്ടർക്ക് വേണ്ട നിർദ്ദേശം കൊടുത്തു. ഡോക്ടർ അവിനാശം ഉണ്ടായിരുന്ന ഹോസ്പിറ്റലിൽ. കുഞ്ഞിൻ്റെ വിവരങ്ങൾ കൂടെ കൂടെ അയാൾ വന്ന് അനുവിനോട് തിരക്കി. നോ പ്രോബ്ലം സർ, ഞാൻ നോക്കിയിട്ടിപ്പോൾ കുഴപ്പമൊന്നുമില്ല, അവൾ പറഞ്ഞു. 1 മണിക്കൂർ കൂടി അനു ഹോസ്പിറ്റലിൽ നിന്നു. അപ്പോഴേക്കും അവിനാശ് അവളുടെ അടുത്തേക്ക് വന്നു. ഡോക്ടർ അനുഗ്രഹം എങ്കിൽ പൊയ്ക്കോളൂ, ഇനി പ്രോബ്ലം ഒന്നുമില്ല. അയാൾ അവളെ നോക്കി. സമയം ഇപ്പോൾ 11:30 കാലത്ത് തന്നെ വീണ്ടും ഡ്യൂട്ടിക്ക് വരേണ്ടതാണ്. അവൾ പോകുവാനായി എഴുന്നേറ്റു. മാഡത്തിന് പോകാൻ വണ്ടി അറേഞ്ച് ചെയ്യണ്ടേ? സിസ്റ്റർ പ്രിയ അനുഗ്രഹയെ നോക്കി. വേണം വേണം, അതും പറഞ്ഞ് അനുഗ്രഹ എഴുന്നേറ്റു. അവൾ ഇറങ്ങി വന്നപ്പോൾ ഡ്രൈവർ അവളെ നോക്കി നിൽക്കുന്നു. ഞാൻ ഇറങ്ങുക, ഡോക്ടർ അനുഗ്രഹയെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. പിന്നിൽ നിന്ന് വന്ന അവിനാശ് അത് പറഞ്ഞപ്പോൾ ഡ്രൈവർക്ക് സന്തോഷമായി. ഉറക്കച്ചെലവോടെ അയാൾ അകത്തേക്ക് പോയി. സുധിയും അനുവും കൂടി അങ്ങനെ സുധിയുടെ കാറിൽ കയറി. അപ്പോഴേക്കും മിത്രയുടെ കോൾ വന്നു. ഹലോ ഏട്ടാ. ഏട്ടൻ പോകുന്നോ തിരിച്ച്? ഏട്ടൻ വരുന്ന വഴിക്ക് തട്ടുകടയുണ്ടെങ്കിൽ എനിക്ക് ദോശയും ചമ്മന്തിയും മേടിച്ചിട്ട് വരൂ. മിത്രയുടെ ആവശ്യം കേട്ടതും സുധി ഉറക്കെ ചിരിച്ചു. വരുന്ന വഴിക്ക് 2 തട്ടുകട കണ്ടെങ്കിലും അവിടെ എല്ലാം തീർന്നായിരുന്നു. അങ്ങനെ കുറച്ചു ദൂരം വന്നപ്പോഴാണ് വഴിയിലൊരു തട്ടുകട അവൻ കണ്ടത്. സർ, ഇവിടുന്ന് എന്തെങ്കിലും പാഴ്സൽ മേടിക്ക്. തട്ടുകട കണ്ടതും അനു പറഞ്ഞു. വണ്ടി സൈഡിലേക്ക് ഒതുക്കി നിർത്തിയിട്ട് സുധി പുറത്തേക്ക് ഇറങ്ങി. 2 ബൈക്ക് ഇരിപ്പുണ്ട്, കുറച്ച് ആളുകൾ മാത്രമേ ഇവിടെ ഉള്ളൂ. സുധി എന്തൊക്കെയോ പറഞ്ഞു. കടക്കാരനതൊക്കെ എടുക്കുന്നുണ്ട്. സുധിയുടെ ഫോൺ 1-2 തവണ ബെല്ലടിച്ച് നിന്നു. അനു നോക്കിയപ്പോൾ മിത്രയാണ്. അവൾക്ക് ഫോൺ എടുക്കാനും ഭയം തോന്നി. ഇനി താൻ കൂടെയുള്ള വിവരം മിത്ര അറിയേണ്ടെന്ന് അവൾ കരുതി. 3ാമത് ഫോൺ അടിച്ചപ്പോൾ അവൾ അതുമായി കാറിന് വെളിയിലിറങ്ങി. സർ, അവൾ സുധിയെ വിളിച്ചു. ഫോൺ സുധിക്ക് കൊടുത്തു. മിത്ര, ഇപ്പോൾ വിളിക്കാം. അവൻ ഫോൺ കട്ട് ചെയ്ത് പോക്കറ്റിലിട്ടു. തനിക്കെന്തേലും വേണോ? സുധി അവളോട് ചോദിച്ചു. വേണ്ട സർ, അവൾ മറുപടി പറഞ്ഞു. ഹാ, അങ്ങനെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു പോവാണോ? അവിടെ ഇരുന്ന ഒരു ചെറുക്കൻ അനുവിനെ നോക്കി ചിരിച്ചു. അവൾ കാറിൻ്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങിയതും അവനവളുടെ കയ്യിൽ കയറി പിടിച്ചു. വിട്. അനുഗ്രഹയുടെ കണ്ണുകൾ നിറഞ്ഞു. വിടാം, 1 മിനിറ്റ്. അയാൾ അനുവിനെ അടിമുടി നോക്കി. എടാ! സുധി അലറി. കയ്യിന്ന് വിടടാ. സുധി അവൻ്റെ അടുത്തേക്ക് പാഞ്ഞെടുത്തു. അയ്യോ, ഞാൻ വിട്ടേക്കാം, എനിക്ക് വേണ്ട. സാറെടുത്തോ. അവൻ അനുവിൻ്റെ കയ്യിൽ നിന്ന് വിട്ടിട്ട് സുധിയെ നോക്കി കൈകൂപ്പി. സർ, നമുക്ക് പോകാം. അനു അവനെ നോക്കി കരഞ്ഞു. അയ്യോ ചെല്ല് സാർ, എന്തായാലും ചരക്ക് കൊള്ളാം. അയാളൊരു വഷളൻ ചിരി ചിരിച്ചു. എൻ്റെ അമ്മയെന്നുള്ള അയാളുടെ ഒരു അലർച്ച മാത്രമേ കേട്ടുള്ളൂ. സുധി ഒരൊറ്റ അടി കൊടുത്തതും അയാൾ പിന്നോട്ട് മലർന്നു പോയി. വീണ് കിടന്ന അവനെ സുധി വീണ്ടും പിടിച്ചെഴുന്നേൽപ്പിച്ചു. തലങ്ങും വിലങ്ങും കൊടുക്കുകയാണ്. സർ പ്ലീസ്, നമുക്ക് പോകാം. അനു അവൻ്റെ പിന്നിൽ നിന്ന് അവനെ വലിക്കുന്നുണ്ട്. സുധിക്ക് പക്ഷെ കലി അടങ്ങുന്നില്ല. മതി സാറേ, അവൻ ചത്തുപോകും. ആരൊക്കെയോ പറയുന്നുണ്ട്. സർ, നമുക്ക് പോകാം സാർ, എനിക്ക് പേടിയാവുന്നു. അനു കരഞ്ഞു തളർന്നു. ഒടുവിൽ സുധി അനുവിനെ ചേർത്ത് പിടിച്ച് കാറിൻ്റെ അടുത്തേക്ക് പോയി. അവളെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൾ ശരിക്കും പേടിച്ചുവെന്ന് അവന് മനസ്സിലായി. താൻ പേടിക്കണ്ട, അവൻ ഏതോ മയക്കുമരുന്നടിച്ച് നടക്കുന്നവനാണ്, സുധി അവളോട് പറഞ്ഞു. അവൾ ഒന്നും തിരിച്ചും പറഞ്ഞില്ല. ജംഗ്ഷനിലെത്തിയപ്പോൾ സുധി അനുഗ്രഹയോട് അവളുടെ വീട്ടിലേക്കുള്ള വഴി ചോദിച്ചു. അവൾ വഴി പറഞ്ഞു കൊടുത്തു. തരക്കേടില്ലാത്ത ഒരു വീടിൻ്റെ മുറ്റത്ത് കാറ് പോയി നിന്നു. മുറ്റത്തെ ലൈറ്റ് കെടുത്തിയിട്ടില്ല. അനുഗ്രഹ, സംഭവിച്ചതൊന്നും ഇയാൾ ആരോടും പറയണ്ടാട്ടോ. സുധി അവളെ നോക്കി. ഇല്ലെന്നവൾ തല ചലിപ്പിച്ചു. സർ പൊയ്ക്കോളൂ. അവർ കാറിൻ്റെ വെളിയിലേക്ക് ഇറങ്ങി. അവൾ കോളിംഗ് ബെൽ അടിക്കും മുൻപ് ആ വീടിൻ്റെ വാതിൽ തുറന്നു. അവനെ നോക്കി അനു കൈവീശി കാണിച്ചു. അവൻ വണ്ടി തിരിച്ചു വേഗത്തിൽ ഓടിച്ചു പോയി. തിരികെ വീട്ടിലെത്തിയതും സുധി ഡ്രസ്സ് പോലും മാറാതെ കട്ടിലേക്ക് മറിഞ്ഞു. എന്തോ അന്ന് മുഴുവൻ അവൻ്റെ മനസ്സിൽ അനുവിൻ്റെ കരഞ്ഞ മുഖമായിരുന്നു. ഇരു കൈകളിൽ ചേർത്ത് പിടിച്ചപ്പോൾ പോലും അവളെ വല്ലാണ്ട് അടിമുടി വിറയ്ക്കുകയായിരുന്നു. അടുത്ത ദിവസം രാവിലെ സുധി ഹോസ്പിറ്റലിൽ എത്തിയതും അനുഗ്രഹം വന്നിട്ടുണ്ടോ എന്നാണ് ആദ്യം നോക്കിയത്. അനുഗ്രഹ മാഡം ലീവാണ് സർ. മാഡത്തിന് പനിയായിട്ട് ഡോക്ടർ കൃഷ്ണമേനോൻ്റെ റൂമിലേക്ക് പോയി. സിസ്റ്റർ നാൻസിയുടെ വാക്കുകൾ കേട്ട് സുധി വേഗം അവിടേക്ക് പോയി. ഒറ്റ രാത്രി കൊണ്ട് അവൾ ആകെ അവശയായിരിക്കുന്നു. മെഡിസിൻ മേടിക്കുവാൻ അവൾ ഒരു സിസ്റ്ററെ പറഞ്ഞേൽപ്പിച്ചു.
അനുഗ്രഹ, സുധി അവളെ വിളിച്ചു. ഇയാളിന്ന് ലീവാണോ? അവൻ അവളെ നോക്കി. അതെ സർ, നല്ല പനിയുണ്ട്, അവൾ പറഞ്ഞു. ഓക്കെ, എങ്കിൽ താൻ റെസ്റ്റ് എടുത്തോളൂ, സുധി അവളോട് പറഞ്ഞു. വൈകാതെ തന്നെ അവൾ അവളുടെ വീട്ടിലേക്ക് തിരിച്ചു പോയി. അന്ന് വൈകുന്നേരം അനുഗ്രഹയുടെ വീടിൻ്റെ മുറ്റത്ത് ഒരു കാർ വന്നു നിന്നു. കാറിൽ നിന്നിറങ്ങിയത് ആരാണെന്നറിയാതെ അനുവിൻ്റെ അച്ഛനും അമ്മാവനും പരസ്പരം അവരെ നോക്കിയേ. ഡോക്ടർ അനുഗ്രഹയുടെ വീടല്ലേ ഇത്? കാറിൽ നിന്നിറങ്ങിയ മധ്യവയസ്ക അവരെ നോക്കി ചോദിച്ചു. അതെ, ആരാണ്? അമ്മാവൻ മുറ്റത്തേക്ക് ഇറങ്ങിയത് അനു അകത്തു നിന്ന് കണ്ടു. ഞാൻ സുലോചന, അവർ സ്വയം പരിചയപ്പെടുത്തി. കൂടൻ്റെ മകനുണ്ടേ. അവരെല്ലാവരെയും നോക്കി ചിരിച്ചു. ഏതോ സമ്പന്ന കുടുംബത്തിലെ സ്ത്രീയായിട്ട് അവൾക്ക് തോന്നി. അപ്പോഴേക്കും കാറിൽ നിന്നും ഒരു സുമുഖനായി ചെറുപ്പക്കാരൻ ഇറങ്ങി വന്നു. ഇതെൻ്റെ മകൻ മാധവ്. അവർ ഇറങ്ങി വന്ന ആ ചെറുപ്പക്കാരനെ കൂടി പരിചയപ്പെടുത്തി കൊടുത്തു. അയാൾ പുറംതിരിഞ്ഞു നിന്നതിനാൽ അനുവിന് ആളെ കാണാൻ സാധിച്ചില്ല. അമ്മാവനും അച്ഛനും വന്ന ആളെ മനസ്സിലാകാതെ നിൽക്കുകയാണ്. നമുക്ക് അകത്തേക്കിരുന്ന് സംസാരിക്കാം. ആ ചെറുപ്പക്കാരൻ അല്പം സ്വാതന്ത്ര്യത്തോടെ എല്ലാവരെയും നോക്കി. അകത്തേക്ക് വരിക. അച്ഛൻ അത് പറഞ്ഞപ്പോൾ എല്ലാവരും കയറി വന്നു. ഞങ്ങൾ കുറച്ച് വടക്കൂന്നാണ് വരണത്. ഇതെൻ്റെ മകൻ മാധവ്. മോൻ ഡോക്ടറാണ്. അവർ ഏതോ ഹോസ്പിറ്റലിൻ്റെ പേര് പറയുന്നത് അനു കേട്ടു. ഞങ്ങൾ മകന് വിവാഹാലോചിച്ച് വന്നതാ. എൻ്റെ നാട് കൃഷ്ണൻകോവിലിൻ്റെ അടുത്താണേ. ഞാൻ ഈയിടെ അമ്പലത്തിൽ വന്നപ്പോൾ ഇവിടുത്തെ കുട്ടിയെ കണ്ടു. അവർ അമ്മാവനോടും അച്ഛനോടുമായി പറയുകയാണ്. എന്നിട്ട് അമ്പലത്തിലെ തിരുമേനോട് അന്വേഷിച്ചു. അദ്ദേഹം കൂടുതൽ അറിയില്ല. ഈ കഴിഞ്ഞ ഇടം മുതൽ ഇവിടെ വരാൻ തുടങ്ങിയ കുട്ടിയാണെന്ന് പറഞ്ഞു. വീട് ഇവിടെ ആണെന്നും പറഞ്ഞു. ഞാനങ്ങനെ എൻ്റെ സഹോദരനോട് പറഞ്ഞു. ആളിപ്പോൾ നാട്ടിലില്ല. പിന്നെ അവനാണ് ഈ കുട്ടിയുടെ വിവരങ്ങളൊക്കെ കളക്ട് ചെയ്യുവാൻ ഒരാളെ ഏർപ്പെടുത്തിയത്. അവർ ഇരുന്നിടത്ത് നിന്ന് ഒന്നിളകി. ഇതാരാണെന്നോ ഇവർ പറയുന്നത് സത്യമാണെന്നോ ഒന്നും തങ്ങൾക്കറിയില്ല. അങ്ങനെയാണ് അനുവിൻ്റെ അച്ഛനപ്പോൾ ഓർത്തത്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത് ഇതൊക്കെ സത്യമാണെന്നല്ലേ? മോളെവിടെ? അവർ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു. അനുവാദത്തിന് പോലും കാക്കാതെ അവർ അകത്തേക്ക് പോയി. ആഹാ, ഇവിടെ നിൽപ്പുണ്ടായിരുന്നു നമ്മുടെ ആള്. അവരനുവിനെ നോക്കി ചിരിച്ചു. മോളെ, എനിക്ക് 2 മക്കളാണ്. എൻ്റെ മോള് പൂനെയിലാണ്, അവൾ പഠിക്കുന്നു. എൻ്റെ മകനാണ് അവിടെ ഇരിക്കുന്നത്. അവൻ ഹോളി ക്രോസ് ഹോസ്പിറ്റലിലെ ഓർത്തോ സർജനാണ്. ഞങ്ങൾ മകനു വേണ്ടി മോളെ വിവാഹം ആലോചിക്കാനാണ് ഇവിടെ എത്തിയത്. മാട്രിമോണിയിലൊക്കെ ഞങ്ങൾ രജിസ്റ്റർ ചെയ്തു. ഇതാണ് അവൻ്റെ ഡീറ്റെയിൽസ്. അവർ മാട്രിമോണി പേജ് എടുത്ത് അവളെ കാണിച്ചു. ഹോസ്പിറ്റലിൻ്റെ ഡീറ്റെയിൽസും മാധവ് മേനോൻ എന്ന പേരും ഇയാളുടെ ഫോട്ടോയുമെല്ലാം ഒന്നാണെന്ന് അനു തിരിച്ചറിഞ്ഞു. എനിക്ക് മോളെ കണ്ടപ്പോൾ ഇഷ്ടമായി. മോൾ ഡോക്ടറാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഉറപ്പിച്ചു എനിക്ക് കുട്ടി തന്നെ മതിയെന്ന്. അവർ പറയുന്നതിൽ കള്ളത്തരം ഒന്നും ഉള്ളതായി അവൾക്ക് തോന്നിയില്ല. കാരണം അയാളുടെ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായിരുന്നു. ഇതിനോടിടയ്ക്ക് അമ്മാവൻ അവരുടെ കുടുംബ വീടിനെക്കുറിച്ചും സുലോചനയുടെ സഹോദരനെക്കുറിച്ചും ചോദിച്ചു മനസ്സിലാക്കിയിരുന്നു. സ്ഥലത്തെ പ്രമാണിമാരാണ് അവരെന്ന് അമ്മാവനും മനസ്സിലായി. വന്ന സ്ത്രീയും അമ്മയും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ ചെറുപ്പക്കാരൻ ആരെയോ ഫോൺ ചെയ്തുകൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി. നമ്മുടെ കുട്ടിയുടെ ഭാഗ്യമാണ് ഈ ആലോചന. ഇവരുമായി ബന്ധുത്വം കൂടുന്നത് നമ്മളെപ്പോലെയുള്ളവർക്ക് ആലോചിക്കാൻ പോലും സാധിക്കില്ല. അവർ പോയ ശേഷം ഞാൻ ദല്ലാൽ രാഘവനോട് ഇവരെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാം. അമ്മാവൻ വാചാലനായി തനു അറിഞ്ഞു. മോളെ, എൻ്റെ മോനെ കണ്ടില്ലല്ലോ. സുലോചന അനുവിൻ്റെ കരം കവർന്നു. എനിക്ക് അനു എന്തു പറയണമെന്നറിയാതെ വിഷമിച്ചു. വരൂ മോളെ. അവരവളെയും കൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി. മോനെ, അവർ നീട്ടി വിളിച്ചപ്പോൾ അയാൾ അകത്തേക്ക് കയറി വന്നു. ഇതാണ് ഞാൻ പറഞ്ഞ പെൺകുട്ടി. ഹലോ. അയാൾ അവളെ വിഷ് ചെയ്തപ്പോൾ അവൾ അയാളെ നോക്കി ഒന്നും പുഞ്ചിരിച്ചു. അയാൾ എന്തൊക്കെയോ ചോദിച്ചു. അവൾ മറുപടിയും കൊടുത്തു. കുറച്ച് സമയം കൂടി സംസാരിച്ചിരുന്ന് അവർ യാത്ര പറഞ്ഞു പോയി. അപ്പോൾ മുതൽ അമ്മാവൻ ആരൊക്കെയോ ഫോൺ വിളിക്കുന്നുണ്ട്. അമ്മാവൻ അതീവ സന്തോഷത്തിലാണ്. അനുക്കുട്ടിയുടെ മഹാഭാഗ്യം, അല്ലാതൊന്നും പറയാനില്ല. അമ്മാവൻ എല്ലാവരോടുമായി പറഞ്ഞു. ആദ്യം അച്ഛനും അമ്മയ്ക്കൊക്കെ ഒരു ഭയമായിരുന്നു, അവർ പറഞ്ഞത് സത്യമാണോന്ന്. അമ്മാവൻ്റെ വിവരണത്തിൽ എല്ലാവരും സന്തോഷത്തിലാണിപ്പോൾ. അനു കട്ടിലിൽ ചെരിഞ്ഞു കിടക്കുകയാണ്. ഹൃദയത്തിൽ എവിടെയോ ഒരു നൊമ്പരം ബാക്കി നിൽക്കുന്നു. അതിൻ്റെ കാരണം അവൾക്കറിയാം. പക്ഷെ അവൾ അത് ഉള്ളിൽ ഒതുക്കുകയാണ്. ആദ്യമായി
ഒരു പുരുഷനോട് ഇഷ്ടം തോന്നിയത് അയാളുടെ ഉള്ളിൽ തനിക്കൊരു സ്ഥാനവുമില്ലെന്ന് അറിഞ്ഞുകൊണ്ടാണെങ്കിലും അത് അത് മിത്രയുടെ സുധിയേട്ടനോടായിരുന്നു. കാരണം കാരണം ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ കാലത്ത് സുരക്ഷിതത്വമാണ്. ആ രാത്രിയിൽ തന്നെ അയാളോട് ചേർത്ത് നിർത്തിയപ്പോൾ, തൻ്റെ കണ്ണീരൊപ്പിയപ്പോൾ, തന്നെ ആശ്വസിപ്പിച്ചപ്പോൾ അയാൾ തൻ്റെ ആരോ ആണെന്ന് താൻ ഓർത്തുപോയി. അനുവിൻ്റെ കൺപീലിയിൽ ഒരു കാർമേഘം ഉരുണ്ടുകൂടി. ആരും അറിയാതെ, ആരും കാണാതെ അവളുടെ മഞ്ചാരിക്കുരു ഒളിപ്പിച്ച വെള്ളാടപ്പെട്ടിയിൽ ഇതും ഒളിപ്പിച്ചു വെച്ചു. ഇതൊക്കെ ഓരോരോ തോന്നലാണ്. പ്രണയം തോന്നേണ്ട പ്രായത്തിൽ അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെയാണോ അനു ഇപ്പോൾ? അവളുടെ മനസ്സിലിരുന്ന് ആരോ പറഞ്ഞു, ശരിയാണ്, എത്രയെത്ര പയ്യന്മാർ തൻ്റെ പിറകെ വന്നു. അപ്പോഴൊന്നും ആരോടും തോന്നാത്തത്. ഓ, വിട്ടുകളയതൂ. അനു, നിനക്ക് വിധിച്ചത് മാധവനായിരിക്കും. വീണ്ടും അവളുടെ ഉള്ളിലിരുന്ന് ആരോ പറയുന്നു. മോളെ അനുക്കുട്ടി. അമ്മ വിളിച്ചപ്പോൾ അനു എഴുന്നേറ്റിരുന്നു. ദേ സുലോചന അമ്മ. അമ്മയൊരു ഫോണും കയ്യിൽ പിടിച്ചുകൊണ്ട് അനുവിൻ്റെ അടുത്തേക്ക് വന്നു. അമ്മ ചിരിച്ചുകൊണ്ട് ഫോൺ അവൾക്ക് കൈമാറി. ഹലോ. അവൾ ഫോൺ കാതോട് ചേർത്തു. മോളെ, അമ്മയാണ്. പനി എങ്ങനെയുണ്ട്? അവർ സ്നേഹത്തോടെ ചോദിച്ചു. കുറവുണ്ടമ്മേ, അവൾ മറുപടിയും കൊടുത്തു. അവർ പിന്നെയും ഓരോ ചോദ്യങ്ങൾ അവളോട് ചോദിച്ചുകൊണ്ടിരുന്നു. അവൾ ചിലതിന് മറുപടി പറഞ്ഞു, ചിലതൊക്കെ മോളി കേട്ടു. ആ മോളെ വെക്കല്ലേ, ഞാൻ മോൻ്റെ കൈ ഫോൺ കൊടുക്കാം. അവർ ഫോൺ കൈമാറി. ഹലോ അനു, ക്ഷീണം കുറഞ്ഞോ? താൻ റെസ്റ്റ് എടുക്കുക കേട്ടോ. നാളെ ലീവ് കിട്ടുമോ തനിക്ക്? മാധവ് ചോദിച്ചു. അറിയില്ല, ഞാൻ ഇന്ന് മാത്രമേ ലീവ് എടുത്തിട്ടുള്ളൂ, അവൾ പറഞ്ഞു. ഓക്കെ, എടോ ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം തൻ്റെ നമ്പറിൽ. താൻ എടുക്കണം കേട്ടോ, അവൻ പറഞ്ഞു. അവൾ ഒന്നും പറയാതെ ഫോൺ കട്ട് ചെയ്തു. മോളെ, നിന്റെ നമ്പർ ഞാൻ സുലോചനമ്മയ്ക്ക് കൊടുത്തു കേട്ടോ. അമ്മ അത് പറയുമ്പോൾ അവൾക്ക് ദേഷ്യം വന്നു. ആ കോവിലിൻ്റെ കിഴക്കുവശം മുഴുവൻ ആ അമ്മയുടെയൊക്കെ സ്വത്താണ്. അവരുടെ സഹോദരനും ഭാര്യയൊക്കെ അവരുടെ മക്കളുടെ കൂടെയാണ്. ഇപ്പോൾ ഇതെല്ലാം നോക്കി നടത്തുന്നത് ഒരാളെ ഏൽപ്പിച്ചിരിക്കുന്നത് കൊണ്ടാണെന്ന് അമ്മ കട്ടിലിൻ്റെ ഓരത്ത് വന്നിരുന്നു കൊണ്ട് പറഞ്ഞു. നീ അവിടെ ചെന്ന് കയറിയാൽ മഹാഭാഗ്യമാണ് കുഞ്ഞെ. ഈശ്വരനോട് എപ്പോഴും അപേക്ഷിക്കുന്നത് എൻ്റെ കുഞ്ഞിനൊരു നല്ല ജീവിതം കൊടുക്കണേന്നാ. അമ്മയുടെ ശബ്ദം ഇടറി. ഒന്നേ ഒന്ന്, കണ്ണേ കണ്ണ് എന്നും പറഞ്ഞ് വളർത്തിയതാണ് നാത്തൂനെ. എൻ്റെ കുഞ്ഞിന് അവളുടെ ആഗ്രഹം പോലെ ഒരു പയ്യനെ കാണിച്ചു തരാനാണ് ഞാൻ ദൈവത്തെ വിളിക്കുന്നത്. മുറിയിലേക്ക് കയറി വന്ന അമ്മായിയോടായി അമ്മ പറഞ്ഞു. നാളെ ജോലിക്ക് പോകണ്ടേ, നീ കിടന്നോ മോളെ. അമ്മയും പുറത്തേക്ക് ഇറങ്ങിപ്പോയി. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവളുടെ ഫോൺ ശബ്ദിച്ചു. പരിചയമില്ലാത്ത നമ്പർ കണ്ടപ്പോൾ അവൾക്ക് തോന്നി മാധവായിരിക്കുമെന്ന്. ഹലോ. അവൾ ഫോൺ എടുത്തു. ഹലോ അനുഗ്രഹ. സർ. അവൾ ആഹ്ലാദത്തോടെ ഫോൺ ഒന്നുകൂടി മുറുക്കെ പിടിച്ചു. അത് അവിനാഷ് ആയിരുന്നതുകൊണ്ടാണ് അവൾക്ക് ഇത്ര സന്തോഷം. പനി എങ്ങനെയുണ്ടിപ്പോൾ? ഞാൻ കുറച്ച് ബിസിയായിപ്പോയി, അവിനാഷ് പറഞ്ഞു. കുറവുണ്ട് സാർ, ഞാൻ നാളെ OP-യിൽ കാണും, അവൾ ഉത്സാഹത്തോടെ പറഞ്ഞു. നോ പ്രോബ്ലം അനുഗ്രഹ, താൻ പനി കുറഞ്ഞിട്ട് വന്നാൽ മതി. അവനത് പറയുമ്പോൾ അവൾ ഫോണിലേക്ക് നോക്കി. ആരോ വിളിക്കുന്നുണ്ട്. മാധവായിരിക്കുമാവോ? അവൾ അസ്വസ്ഥയായി. ഓക്കെ സാർ, ഞാൻ കുറഞ്ഞെങ്കിൽ വന്നോളാം, അവൾ പറഞ്ഞു. ഓക്കെ, ഗെറ്റ് വെൽ സൂൺ അനുഗ്രഹ. അവൻ ഫോൺ കട്ട് ചെയ്തു. അനുവിൻ്റെ ഫോൺ വീണ്ടും ശബ്ദിച്ചു. ഹലോ. അവളതെടുത്തു. അനു, ഞാൻ മാധവാണ്, താൻ ബിസിയാണോ? മറുതലിക്കൽ അവൾ പ്രതീക്ഷിച്ചതുപോലെ അയാളായിരുന്നു. അല്ല, ഞാൻ വെറുതെ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന കോളായിരുന്നു, അവൾ പറഞ്ഞു. ഓക്കെ, ഇതെൻ്റെ നമ്പറാണ് കേട്ടോ, ഇയാൾ സേവ് ചെയ്യൂ, അവൻ പറഞ്ഞപ്പോൾ അവൾ താല്പര്യമില്ലാത്ത മട്ടിൽ മൂളി. അമ്മ പറഞ്ഞപ്പോൾ ഇയാൾ ഇത്രയ്ക്ക് സുന്ദരിയാണെന്ന് ഞാൻ ഓർത്തില്ല. എൻ്റെ മനസ്സിലുള്ള അതേ ആളാണ് താന്. അനു, ഇയാൾക്ക് എന്നോട് ഇഷ്ടക്കേടില്ലല്ലോ അല്ലേ? നമുക്കിതങ്ങ് ഫിക്സ് ചെയ്യാം. എന്തേ? അയാൾ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞപ്പോൾ അനു നിശബ്ദയായി. ഹലോ അനു, പോയോ? അവൻ വിളിച്ചു. ഇല്ല, അവളുടെ പതിഞ്ഞ ശബ്ദം അവൻ കേട്ടു. അനു, തനിക്കൊന്നും പറയാനില്ലേ? അവൻ വീണ്ടും ചോദിച്ചു. എൻ്റെ അച്ഛനും അമ്മയും തീരുമാനിക്കും പോലെ. എനിക്ക് അത്രേ ആഗ്രഹമുള്ളൂ, അവൾ വല്ല വിധേനയും പറഞ്ഞൊപ്പിച്ചു.
ഓക്കേ അനു, ഓക്കേ. മാധവിൻ്റെ സന്തോഷത്തോടെയുള്ള ശബ്ദം അവളുടെ കാതിൽ മുഴങ്ങി. ആ അനു, നമ്മുടെ ജാതകം ഓക്കെയാണ് കേട്ടോ. ലുക്ക് അനു, ആക്ച്വലി എനിക്കിതിലൊന്നും താല്പര്യമില്ല. അമ്മ ഇപ്പം അനുവിൻ്റെ വീട്ടിൽ വിളിച്ചു പറഞ്ഞോളും കാര്യങ്ങളെല്ലാം. കുറച്ച് സമയം കൂടി സംസാരിച്ചിട്ട് മാധവ് ഫോൺ കട്ട് ചെയ്തു. അനു എന്ത് ചെയ്യണമെന്നറിയാതെ കിടന്നു. കാലത്തെ അവൾ എഴുന്നേറ്റ് മേല് കഴുകി ഒരു കോട്ടൺ സാരി അണിഞ്ഞു. ക്ഷീണമുണ്ട്, എന്നാലും പോകാമെന്ന് അവൾ തീരുമാനിച്ചിരുന്നു. കുറച്ച് പൊടിയരിക്കഞ്ഞിയും തേങ്ങ ചുട്ടരച്ച ചമ്മന്തിയും ഒരു പപ്പടവും കൂട്ടി അവൾ കുറച്ച് കഞ്ഞി കുടിച്ചു. അപ്പോഴേക്കും ക്ഷീണം കുറച്ച് കുറഞ്ഞതുപോലെ അവൾക്ക് തോന്നി. കുറച്ച് സമയം കഴിഞ്ഞതും അവൾ ഹോസ്പിറ്റലിലേക്ക് പോകുവാനായി പുറപ്പെട്ടു. അമ്മാവൻ വിളിച്ച് ഓട്ടോയിലാണ് അവൾ ജംഗ്ഷൻ വരെ പോയത്. എന്നും എത്തുന്ന സമയത്ത് തന്നെ അവൾ ഹോസ്പിറ്റലിൽ വന്നു. ഭാഗ്യത്തിൻ്റെ നോപ്പിയിൽ ആള് കുറവായിരുന്നു. അതുകൊണ്ട് അവൾക്ക് വലിയ ക്ഷീണം അനുഭവപ്പെട്ടില്ല. കുറച്ച് കഴിഞ്ഞതും അവളുടെ ഡോറിൽ ആരോ മുട്ടിയത്. അവൾ വാതി തുറന്നു. അകത്തേക്ക് കയറി വന്നത് സുധിയാണ്. സർ. അവൾ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. പ്ലീസ് സിറ്റ് ഡൗൺ അനുഗ്രഹ. സുധി അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. എങ്കിലും അവൾ ഇരുന്നില്ല. എങ്ങനെയുണ്ട് അസുഖമൊക്കെ? ഭേദമായോ അനുഗ്രഹ? അവൻ അനുവിനെ നോക്കി ചോദിച്ചു. ഇപ്പം കുഴപ്പമില്ല സാർ, ചെറിയ ക്ഷീണം മാത്രം. സുധിയുടെ കണ്ണുകളെ നേരിടാനാവാതെ അവൾ പറഞ്ഞു. തനിക്ക് റെസ്റ്റ് എടുക്കണമെങ്കിലാവാം. ഡ്യൂട്ടി ഡോക്ടർ ഒപ്പിയിലിരുന്നോളും, അവൻ വീണ്ടും പറഞ്ഞു. കാരണം അവൾക്ക് വളരെ ക്ഷീണമുള്ളതായി അവന് തോന്നി. അതും പറഞ്ഞുകൊണ്ടവൻ പുറത്തേക്ക് പോയി. റൂമിലേക്ക് കയറി വന്ന നാൻസി സിസ്റ്റർ ആദ്യം നമ്പരുന്നു. മാഡം, സാർ എന്തിനാ വന്നേ? അവൾ അനുഗ്രഹ ഡോക്ടറോട് ചോദിച്ചു. എന്നോട് ക്ഷീണാണെങ്കിൽ റെസ്റ്റ് എടുത്തോളം പറയാനാ സാറ് വന്നത്. കണ്ടോ മാഡം, ഞാൻ പറഞ്ഞില്ലേ, സാറ് പാവാണ്. സാറ് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവമാ. അതുപോലെ തണുക്കും, അത്രേ ഉള്ളൂ. കയ്യിലിരുന്ന ഫയൽസ് മേശമേൽ വെച്ചിട്ട് നാൻസി സിസ്റ്റർ അവളെ നോക്കി. അനു ഒന്നും മന്ദഹസിച്ചു. അന്ന് ഉച്ചയ്ക്ക് അനു ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ബസ് കാത്തു നിന്നപ്പോൾ സുധിയുടെ കാർ വന്ന് നിന്നു. അനുഗ്രഹ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം, അവൻ പറഞ്ഞെങ്കിലും ബസ് ഇപ്പോൾ എത്തുമെന്ന് പറഞ്ഞ് അവൾ പിന്നോട്ട് മാറി. സുധി പതിയെ വണ്ടി മുൻപോട്ടെടുത്തു. അവൻ്റെ മുഖം വാടിയതായി അവൾക്ക് തോന്നി. ബസ് വന്നതും അവൾ വേഗത്തിൽ കയറി. ഹൃദയം തകരുന്നതുപോലെ അവൾക്ക് തോന്നി. സുധി തിരികെ വീട്ടിലെത്തിയപ്പോൾ മിത്ര ആരെയോ ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഏട്ടാ, ഇന്ന് നേരത്തെയാണോ? അവൾ കസേരയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു. കുറച്ച്, അവൻ അലസമായി പറഞ്ഞുകൊണ്ട് മുകളിലെ നിലയിലേക്ക് കയറിപ്പോയി. സാധാരണ അവൻ ഭക്ഷണം കഴിക്കുവാനായി ഇറങ്ങി വരണതാണ്. അവനെ കാണാതായപ്പോൾ മിത്ര അവൻ്റെ റൂമിലേക്ക് പോയി. അവൾ നോക്കിയപ്പോൾ സുധി വെറുതെ കട്ടിൽ കിടക്കുന്നു. കറങ്ങുന്ന ഫാനിലേക്കാണ് അവൻ്റെ കണ്ണ്. ഏട്ടാ, അവൾ വിളിച്ചു. എന്താ മിത്തു? അവൻ എഴുന്നേറ്റു. ഏട്ടനെന്തേ ഊണ് കഴിക്കാൻ വരാത്തത്? അവൾ ചോദിച്ചു. ചെറിയ തലവേദന, അതുകൊണ്ട് കിടന്നതാണ്. നീ വാ. അവൻ മിത്രയുമായിട്ട് ഭക്ഷണം കഴിക്കുവാനായി പോയി. ഭക്ഷണം കഴിച്ചിട്ടവൻ വെറുതെ TV ഓൺ ചെയ്തു. അവൻ അതൊന്നും കാണുകയല്ലെന്ന് മിത്രയ്ക്ക് മനസ്സിലായി. ഏട്ടനിന്ന് എന്തു പറ്റി? വല്ലാത്ത തലവേദന, ഒന്ന് കിടക്കട്ടെ. അവൻ സെറ്റിയിൽ നിന്ന് എഴുന്നേറ്റ് തൻ്റെ റൂമിലേക്ക് പോയി. അനുഗ്രഹയോട് താൻ അധിക സ്വാതന്ത്ര്യം എടുത്തോ എന്ന് അവൻ ആലോചിച്ചു. താൻ ഇന്ന് കാർ നിർത്തിയപ്പോൾ അവൾ അതിൽ കയറാതെ പോയത് അതുകൊണ്ടാണോ എന്നാണ് അവൻ്റെ ചിന്ത. അവളെല്ലാരെയും പോലെ തൻ്റെ ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടർ. മറ്റേത് സ്റ്റാഫിനെയും പോലെയാണ് അവളും. വേറെ ആരോടും തോന്നാത്ത ഒരു സോഫ്റ്റ് കോർണർ അവളോടെന്തിന്? അവനാകെ അസ്വസ്ഥനായി. ഇന്ന് അവൾ കാറിൽ കയറാതെ പോയപ്പോൾ തൻ്റെ മനസ്സിലാകെ ഒരു വല്ലാഴിക അവൻ അനുഭവപ്പെട്ടു. അവളുടെ മുൻപിൽ താൻ ചെറുതായതുപോലെ. ഓ, പോകാൻ പറ. എത്ര പെണ്ണുങ്ങളെ കണ്ടിരിക്കുന്നു, എന്നിട്ടും ഇവളോടെന്താ? അവൻ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. കുറച്ചു സമയം കണ്ണുകൾ അടച്ചിരുന്നു. എന്നിട്ടവൻ വാഷ്റൂമിൽ പോയി ഫ്രഷായി വന്നു. മിത്ര മുറ്റത്തെ കിളിക്കൂട്ടിൽ എന്തൊക്കെയോ ചെയ്തിരിക്കുന്നു. അവൻ പതിയെ അവിടേക്ക് ചെന്നു. തലവേദന കുറഞ്ഞു ഏട്ടാ? അവൾ ഏട്ടനെ നോക്കി. കുറഞ്ഞു, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. രണ്ടുപേരും കൂടി കുറേ നാട്ടുവർത്താനമൊക്കെ പറഞ്ഞു. പിന്നീട് അവരുടെ ചർച്ച ആഗോള തരത്തിലേക്ക് വ്യാപിച്ചു. നിങ്ങൾ രണ്ടാളും എന്തെടുക്കും അവിടെ? അമ്മ വന്നപ്പോൾ മക്കൾ രണ്ടുപേരും കൂടി ചിരിച്ചു. അങ്ങനെ ആ ദിവസം കടന്നുപോയി. അനുവിൻ്റെ ഫോണിൽ അന്ന് രാത്രിയിലും മാധവും അമ്മയും വിളിച്ചു.
അവൾക്ക് അവരുടെ ശബ്ദം അലോസരപ്പെടുത്തി. അനു, ഐ മിസ് യു. രാത്രിയിൽ അനുവിൻ്റെ ഫോണിലേക്ക് മാധവിൻ്റെ മെസ്സേജ് വന്നു. അവൾ ഫോണെടുത്ത് സൈലന്റ് മോഡിലിട്ടു. സുധിയുടെ കാറിൽ കരയാതെ പോന്നത് അവൾക്ക് അവളുടെ മനസ്സിൽ ആകെ ഒരു നീറ്റിലായിരുന്നു. അവനോട് കാറിൽ കയറണില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ മുഖം അതോർത്തപ്പോൾ അവൾക്ക് കണ്ണു നിറഞ്ഞു. വെറുതെ എന്തിനാണ്? വീണ്ടും അവളുടെ ഫോണിലേക്ക് മെസ്സേജ് വന്നുകൊണ്ടേയിരുന്നു. എല്ലാം മാധവാണ്. ഇയാളായിരിക്കും തൻ്റെ ഭാവി വരൻ. തന്നെ ജീവന് തുല്യം സ്നേഹിക്കുമായിരിക്കും. ഇയാളുടെ മക്കളെ പെറ്റു വളർത്തുവാനായിരിക്കും തനിക്ക് വിധി. തന്നിലെ കൗമാരക്കാരിയുടെ മനസ്സിൽ എപ്പോഴും വർണ്ണങ്ങളോടും മഞ്ചാടിക്കുരുവിനോടും വളപ്പൊട്ടുകളോടും ഒക്കെയായിരുന്നു പ്രണയം. എങ്കിലും ഏതൊരു പെൺകുട്ടിയെയും പോലെ അവൾക്കും പ്രണയമെന്നൊരു വികാരം തോന്നിയിട്ടുണ്ട്. ഇടയ്ക്ക് പെയ്യുന്ന ഇടവപ്പാതിയും